ഞാനിന്നൊരു പൂരിയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഗോതമ്പ് മാവ് 2 കപ്പ് ഗോതമ്പ് മാവാണെങ്കിൽ 1 കപ്പ് മൈദ ആ റേഷ്യോയിലാണ് എടുക്കാനായിട്ട്. അത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മൾ ഉപ്പിട്ട് കുറച്ച് നേരം പിന്നെ നമ്മളത് കുഴച്ച് വെക്കണം. എണ്ണയൊന്നും ഞാനിതിനകത്ത് എണ്ണയൊന്നും ഇടുന്നില്ല കേട്ടോ. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നില്ലേ ഇത്? ഉണ്ട്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറു സൈഡ് മറച്ചിടുക. നന്നായിട്ട് പൊങ്ങിയിട്ടുള്ളത്. എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. അങ്ങനെ ഈ റേഷ്യോയിൽ നമ്മൾ എടുത്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് മൈദയാണെങ്കിൽ 2 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ ആ എണ്ണയൊന്നും ചൂടാവാണ്ടൊരു സമയം കൊടുക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോകരുത്. ഒരു പൂരിയായി. അടുത്തും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി എണ്ണയൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കണം. ഇങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്താലും മതി. അതിനിടയ്ക്ക് ഫോൺ തട്ടി താഴ്ത്തു പോയി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. പിന്നെയും അതിനിടയ്ക്ക് വീണ്ടും ഫോൺ തട്ടി താഴ്ത്തു പോയി. 2 പ്രാവശ്യം താഴത്തോട്ട് പോയി. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് നിർത്തുവാണേ. മടങ്ങിപ്പോയത് കഷ്ടം. എണ്ണങ്ങനെ പോളച്ച് വരണുണ്ടോ? ചില സമയത്ത് ഒരു ഒറ്റ കോംപ്ലൈൻറ്റ് വരും. പിന്നെ എന്ത് ചെയ്യാന്ന് അറിയാൻ പാടില്ല. ഇതുകൊണ്ട് ഞാൻ പരത്തിയിട്ട് ഒരു അരമണിക്കൂറോളമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഉരുളക്കിഴങ്ങ് മസാല. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടൂല. ഉരുളക്കിഴങ്ങ് വെറുതെ വേവിച്ചിട്ട് നന്നായിട്ട് ഉടക്കുക. എന്നിട്ട് പച്ചമുളക് ഇത് പച്ചമുളക് ഇട്ടാണ് വേവിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, ഒരു സവോള, ഇത്ര സാധനങ്ങൾ നമ്മൾ കടുക് പൊട്ടിച്ച് അതിനകത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് നല്ല കട്ടിയായിട്ട് എടുക്കും. ഈ നമ്മുടെ ബ്രാഹ്മിൻസ് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ നമുക്ക്, അതുപോലത്തത്. അതാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്, അത് വേവട്ടെ. ഉരുളക്കിഴങ്ങ് ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് മതി. കടുക് പൊട്ടിയൊരു പകുതി ആകുമ്പോഴത്തേക്കും ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇളകി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് സവോള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി സവോള പച്ചമുളക് വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മുളക് പച്ചക്കറി അരിയാൻ എടുക്കുന്ന മുളകാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പൂരിതാ നോക്കി ഇത്ര സോഫ്റ്റായിട്ട് ഇരിക്കണം നോക്കിയിട്ടുണ്ടോ. കിള്ളി പറിച്ചെടുക്കാം നമുക്കിതാ. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം പൂരി. അത്ര മയമാണ് പൂരിക്ക്. ഞാനീ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇത് 1 ഗ്ലാസ് മൈദ മാവിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഉപ്പും പച്ചവെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുഴച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വെക്കാം, നമുക്ക് അത്രേ ഉള്ളൂ. ഉടനെ ചുട്ടെടുക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് മസാല പൊടിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ അന്നപൂർണ്ണ മാവുകളുടെ പൊടിച്ചിട്ടില്ലേ, ആ ഹോട്ടലിൽ കിട്ടുന്ന മസാലയാണിത്. പട്ടമാറ്റ മസാലക്കറിയാണ്. അവരുടെ ഹോട്ടലിൽ ചെറിയ നമുക്ക് വില കിട്ടുള്ളൂ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.